Hi all, welcome back to another video. നമ്മൾ ലാസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ എക്സാംസിന് തൊട്ട് മുമ്പിട്ടായിരുന്നു. ബിക്കോസ് ലൈക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ട് എക്സാംസ് ആയിരുന്നു. ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ നിന്ന് തന്നെ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് എക്സാമിന് എക്സാക്ട്ലി സെയിം മോഡൽ അതും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കാണിച്ചു തരാം. അങ്ങനെ ഇല്ലുസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മൾ കുറച്ച് ലക്കിയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ബ്ലസ്ഡ് ആണ്, വേറെ ഒന്നുമില്ല. ബട്ട് എനി ഹൗ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഈ ഒരു എക്സാം ലാസ്റ്റ് ജൂൺ 24 എക്സാമിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു റിവ്യൂ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി കവർ ചെയ്യുന്നത് MCQസിന്റെ എല്ലാത്തിന്റെയും സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ നമ്മൾ മറ്റുള്ളതിന്റെ ഇല്ലുസ്ട്രേഷൻസിന്റെ സൊല്യൂഷൻസ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്ത് പോകാൻ മാത്രമാണ് ചെയ്യാം. സോ എങ്ങനെ ആയിരുന്നു ഇല്ലുസ്ട്രേഷൻസ്, എങ്ങനെ എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കാരണം നമുക്കിത് ഒരു ലൈക്ക് സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കറിയാം 3 മണിക്കൂർ എടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാറ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സൊല്യൂഷൻ ആക്ച്വലി എക്സാം ചെയ്യാറ്. സോ അത് നമുക്ക് ഒരിക്കലും ഒരു ചെറിയൊരു ഷോർട്ട് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മെജീഷ്യൻ, നമ്മൾ ടീച്ചർ. അപ്പോൾ നമുക്കും ആ ഒരു ടൈം എടുക്കും, ഒരു 3 മണിക്കൂർ സമയം അത് എനിക്കും എന്ത് ചെയ്യും എടുക്കും അങ്ങനെ ആൻസർ ചെയ്യാനായിട്ട്. നമുക്ക് അതിന്റെ മാജിക് ഒന്നും കാണിക്കാൻ പറ്റില്ല. സോ ദാറ്റ് നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ ആണ് മാത്രം, ജസ്റ്റ് ഒരു എക്സാം റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജൂൺ 2024, സിലബസ് 2022, ഫുൾ മാർക്ക് 100 മാർക്സിനാണ്. 3 hours ആണ് ടൈം അലൗഡ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുക എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ഇൻ സെക്ഷൻ എ ഈസ് കമ്പൽസറി. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ആരും MCQ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ക്ലിയർ ആണ് ആ കാര്യങ്ങളൊക്കെ. സോ ഇത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫർദർ ആൻസർ എനി 5 ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 2 to question number 8 in section B. സോ 2 സെക്ഷൻ അല്ലേ ഉള്ളത്, സെക്ഷൻ എയും ബിയും. സെക്ഷൻ എ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 to question number 8 വരെ ഉണ്ട്. നിങ്ങൾ അതിൽ ഒരു 5 questions എഴുതിയാൽ മതി, 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പൊ 5 ക്വസ്റ്റ്യൻ എഴുതുന്ന ഒരു കാരണവശാലും 2ന്റെ ബി എഴുതി, 4ന്റെ എ എഴുതി, പിന്നെ അത് സ്കിപ്പ് അങ്ങനെയല്ല സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ എന്താണ് 2, 3, 4, 5, 6, 7, 8 സ്കിപ്പ് ചെയ്യുമ്പോൾ 2 ഇല്ലുസ്ട്രേഷൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെ അങ്ങനെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ 5 questions ആണ് നമ്മൾ എന്ത് ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ജസ്റ്റ് പറഞ്ഞത് മാത്രം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, MCQസിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത, ഈ 22 സിലബസിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് 22 സിലബസിൽ എക്സാംസുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്തതിൽ നിന്നും വൺ ഓഫ് ദി ഈസിയസ്റ്റ് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 2016 സിലബസിൽ നമ്മൾ ടീച്ചേഴ്സ് ഭയങ്കര ഹാപ്പി ചെയ്യുന്നു. കാരണം 2016 സിലബസിലേക്ക് വരുന്ന സമയത്ത് FA നമുക്ക് എപ്പോഴും ഒരു എക്സാമിഷൻ പേപ്പറാണ്. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു FA പഠിക്കാനായിട്ട്. അന്നും നല്ല ലെങ്ത് തന്നെയാണ്, ഇതിനെക്കാട്ടി പഠിക്കാനുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. എന്നാലും അത് സ്റ്റുഡൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു, ടീച്ചേഴ്സും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം FA നമുക്ക് എപ്പോഴും ഒരു എക്സാമിഷൻ പേപ്പർ, നമ്മളെപ്പോഴും ഷൈൻ ചെയ്തിരുന്ന ഒരു പേപ്പറാണ്. സോ ബാക്ക് ഒരു 16, 17, 18, 19 കാലഘട്ടങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 22 സിലബസിലേക്ക് വന്ന സമയത്തും നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളും കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട്. പക്ഷെ റിസൾട്ട്സിലേക്ക് വരുന്ന സമയത്ത് FA ഒരു സ്കോറിംഗ് പേപ്പർ അല്ലാതെ മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 അറ്റംപ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തത്തിൽ മാറ്റി എഴുതിക്കൊണ്ട് ഈ ഒരു അറ്റംപ്റ്റിൽ വളരെ സിമ്പിൾ ആയൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നുള്ളത്. അപ്പോൾ 22ലെ FAയിലെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് എക്സാംസ് ആണ് നമുക്കിപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിന്റെ MCQ സെഷൻസിനെ വെല്ല റീഡ് ചെയ്ത് 1 by 1 ആയിട്ട് പറഞ്ഞു. എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രമാണ് എന്ത് ചെയ്യുക. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് സെലക്ട് ദ കറക്റ്റ് ഇക്വേഷൻ എന്നാണ്. ഇപ്പോൾ 4 ഇക്വേഷൻ ഉണ്ട്. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ലയബിലിറ്റി. അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി പ്ലസ് ഔട്ട്സൈഡ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ്. അസറ്റ്സ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്സൈഡ് ലയബിലിറ്റി. ഔട്ട്സൈഡ് ഇക്വിറ്റി പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടോട്ടൽ അസറ്റ്. സോ ഒരു കാര്യം ക്ലിയർ ആണ്, നമ്മളുടെ ബേസിക് സ്കൂൾ +1 നമ്മൾ പോയി പഠിക്കുമ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതാണ് നമ്മളുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ക്യാപിറ്റൽ, അതാണ് ഓണേഴ്സ് ഇക്വിറ്റി, ലയബിലിറ്റി അതാണ് ഔട്ട്സൈഡ് ലയബിലിറ്റി, ടോട്ടൽ അസറ്റ്. അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ. സോ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ എന്ത് പറയും മക്കളെ ആൻസർ. ആൻഡ് മെജോറിറ്റി ആളുകളും ഓപ്ഷൻ ബി ആണ് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് ക്വസ്റ്റ്യൻ പ്രാവശ്യത്തിൽ കുട്ടിയും ഇവിടെ ഇങ്ങനെ കാണാൻ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എന്താ ഒരു ആൻസർ ഇതുള്ളത്. അയാളുടെ ഈ ആൻസർ എന്താണ് ശരിയാണ്. സോ നമുക്കിവിടെ എത്ര മാർക്കായി, 2 മാർക്ക് കിട്ടി.
ഓക്കെ ആണല്ലോ, നേരെ അടുത്തേക്ക്. അപ്പോൾ ഈസി ആണ് കേട്ടോ. അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട് മേ ഹാവ് ഓൺലി ഡെബിറ്റ് ബാലൻസ്, ഓൺലി ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, ഓൾ ഓഫ് ദം. സോ ഇത് ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് എടാ നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് മാത്രം ഉണ്ടാവുക. അങ്ങനെ പറയാനുള്ള കാരണം ആ അക്കൗണ്ട്, അതായത് നമുക്ക് മാക്സിമം നമ്മുടെ പോക്കറ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിക്കാൻ പറ്റുക, അതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ കയ്യിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഹാസ് ഓൺലി എന്ത് പറയും മക്കളെ, ഡെബിറ്റ് ബാലൻസ്. ഇപ്പോൾ ഇതൊരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ ഫെസിലിറ്റി ഉണ്ട്, കറണ്ട് അക്കൗണ്ടിന് ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റി, അപ്പോഴേക്കും അങ്ങനെ വരാം. പക്ഷെ ഒരു ക്യാഷ് അക്കൗണ്ട് ദാറ്റ് ഓൾവേസ് ഹാവിങ് എന്ത് പറയും മക്കളെ, ഡെബിറ്റ് ബാലൻസ്. അഗെയിൻ ഇവിടെ എനിക്ക് ആൻസർ അയച്ചെന്നുള്ള കുട്ടിയും അതുപോലെ തന്നെ എ ആണ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ നമുക്കൊരു 2 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാവും, ഈ 2 4 മാർക്ക്. ഇനി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ആണ്. ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ASന്റെ AS1 സ്റ്റഡി മെറ്റീരിയൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഇതേപോലെ തന്നെ ഉണ്ട് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ്, ഇതേപോലെ തന്നെ ABCD എന്താ പറയാ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട്. സോ ഞാനത് ക്ലിയർ ആയിട്ട് ക്ലാസ് റൂമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, MCQ എക്സാമിനേഷൻ പഠിച്ചോളൂ എന്നുള്ളത്. ബട്ട് എനി ഹൗ എല്ലാവർക്കും അറിയാം ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ എന്നുള്ളത്. മാത്രമല്ല ഞാനിത് പഠിക്കാൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ടേം പഠിപ്പിക്കാറുണ്ടായിരുന്നു, CAG അല്ലെ, അങ്ങനെ CAG എന്ന് പറഞ്ഞാൽ അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, CA കാരുടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി, അക്രൂവൽ, ഗോയിങ് കൺസേൺ എന്ന് നമ്മൾ പറയാം. ഇവിടെയും ഈ കുട്ടി എന്ത് ചെയ്യുന്ന ഇവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇതും എന്താണ് കറക്റ്റ് ആൻസർ ആണ്. സോ അഗൈൻ യു ആർ ഗെറ്റിംഗ് എത്ര പറയും മക്കളെ, 2 മാർക്സ്. സോ ഇപ്പോൾ 2 + 2 + 2 = 6 മാർക്ക് ഇപ്പൊ തന്നെ ആയി. ഓക്കെ, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിട്ട് കറക്റ്റ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഡസ് നോട്ട് അഫക്ട് അഗ്രീമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഓക്കെ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ഡു നോട്ട് അഫക്ട് അഗ്രീമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഒരു കറക്റ്റ് ആൻസർ ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. എനിക്കിതൊരു കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അസറ്റ് ആയിട്ട് പണിക്ക് ക്യാപിറ്റൽ നേച്ചറിനെ റവന്യൂ നേച്ചർ ആയിട്ടോ റവന്യൂ നേച്ചറിനെ ക്യാപിറ്റൽ നേച്ചർ ആയിട്ടൊക്കെ എടുക്കുക, അത് പ്രിൻസിപ്പിൾ മാറാം. അപ്പൊ നിങ്ങൾ അസറ്റ് ആയിട്ട് എഴുതുന്നത് എക്സ്പെൻസ് ആയിട്ട് കണ്ടു, എക്സ്പെൻസ് ആയിട്ട് അസറ്റ് ആയിട്ട് കണ്ടു, അങ്ങനെ കണ്ടാൽ അസറ്റിന് എന്താ ബാലൻസ്, ഡെബിറ്റ് ആണ്. അപ്പൊ എക്സ്പെൻസ് എന്താ ബാലൻസ്, ഡെബിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ട്രയൽ ബാലൻസിന് അഫക്ട് ചെയ്യില്ല. അപ്പൊ ഇത് പറഞ്ഞത് എറർ ഓഫ് പ്രിൻസിപ്പിൾ, അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ഡു നോട്ട് അഫക്ട് അഗ്രീമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടാലി ആവുന്നതിനെ അഫക്ട് ചെയ്യൂല എന്നാ പറഞ്ഞു. ശരിയാണ്, അങ്ങനെ അഫക്ട് ചെയ്യൂല. അപ്പൊ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ചൂസ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കറക്റ്റ് ആണെങ്കിൽ അത് തന്നെയാണ് ആൻസർ. നമുക്ക് എന്നാൽ പോലും ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഈ ഒരു കുട്ടി ഇവിടെയും ഒരു ലൈൻ ഇട്ടുണ്ട്, ഇവിടെയും ലൈൻ ഇട്ടുണ്ട്, ആൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നുണ്ട്. ബട്ട് എനിവേ നമുക്ക് വായിച്ചു നോക്കാം. കോമ്പൻസേറ്റിംഗ് എറർ അഫക്ട് ദ ട്രയൽ ബാലൻസ്. കോമ്പൻസേറ്റിംഗ് എറർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യൂല. കാരണം ഓരോ എറർ മറ്റൊരു എററിനെ ഇല്ലാതാക്കുന്നത് അല്ലെ, കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്, അത് ട്രയൽ ബാലൻസിനെ കാണിക്കൂല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇതെല്ലാം. പിന്നെ വൺ സൈഡ് എറർ ഡസ് നോട്ട് അഫക്ട് ട്രയൽ ബാലൻസ്. വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം എറർ വരാം. ഓഫ് കോഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്നു ചെയ്യും, അത് തെറ്റാണ്. എറർ ഓഫ് കാസ്റ്റിംഗ് ഈസ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. എറർ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ അല്ല, എറർ ഓഫ് കമ്മീഷൻ ആണ്. അതുകൊണ്ട് അതുമല്ല. സോ ഇതിൽ ഈ കുട്ടി ഇവിടെ വിട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എക്സാമിന് A ആണോ D ആണോ പുള്ളി മാർക്ക് ചെയ്തിട്ടുള്ളത്. ബട്ട് എനി ഹൗ അഗെയിൻ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. സോ യു ഓൾസോ ഗെറ്റിംഗ് 2 മാർക്ക്. സോ ഫസ്റ്റ് പേജ് വളരെ ഈസി ആയിട്ട് 2-3 മിനിറ്റ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ആർ ഗെറ്റിംഗ് ടോട്ടലി പറയും മക്കളെ 8 മാർക്സ്. ഹോപ്പ് യു ക്ലിയർ സർ. യെസ് സർ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കാൽക്കുലേറ്റ് സെയിൽസ് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ടൈംസ് ക്ലാസ് റൂമിൽ നമ്മൾ തന്നെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ പറയുന്നതാണ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം, MCQ ചോദിക്കാം. അതിന്റെ ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസ് എല്ലതും, അതായത് ഇങ്ങനെ വന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആണെങ്കിൽ അത് കാണാം, ഇങ്ങനെ വന്ന് പർച്ചേസിനെ കാണാം, അങ്ങോട്ട് പോയാൽ സെയിൽസ് കാണാം, അങ്ങോട്ട് പോയാൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാം. ഇതൊക്കെ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ അപ്പ് ചെയ്തത്. ആസ് വെൽ ആസ് നമ്മുടെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. എനിവേ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 40,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 30,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിങ്ങനെ ഡാറ്റ എക്സ്പെൻസ് എന്നതിന് GP എന്നതിന് ചോദിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ഈസ് ഈക്വൽ ടു, ഇറ്റ്സ് വെരി ഈസി ഇക്വേഷൻ, സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അക്കൗണ്ട്സിലെ കോസ്റ്റ് തന്നെ ഓൾവേസ് എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് എന്താണ് പറയും മക്കളെ, പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 30,000 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 1,500 ആണ്. സോ ദ ആൻസർ വിൽ ബി 31,500. So this is the answer. Again you are getting 2 marks. It's a very simple question. ഇനി കുട്ടികൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് അങ്ങനെ കാണാം. അപ്പൊ പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ ഒക്കെ ഇട്ട് അതിനൊന്നും ആവശ്യമില്ല. ദിസ് ഇസ് വെരി ഈസി മെത്തഡ്, റൈറ്റ്? ഓക്കെ, അപ്പൊ അതുമായി നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തേക്ക് പോവാം. അപ്പൊ 10 മാർക്കായി. നേരെ അടുത്തേക്ക് വരാം. മിസ്റ്റർ P ഇഷ്യൂഡ് ചെക്ക് വർത്ത് ₹15,000 ഇൻ മാർച്ച് 2024. അപ്പൊ മിസ്റ്റർ P ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 15,000 രൂപ ചെക്ക് മാർച്ചിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
out of which 10,000 only were presented for payment by 31st March 24. അപ്പോൾ ആ മാസം തന്നെ ഒരു 10,000 രൂപന്റെ ചെക്കാണ് ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. വൈൽ റെക്കോർഡിംഗ് ബാങ്ക് ആൻഡ് ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് ഓൺ 31st March 24, ഹൗ മച്ച് വുഡ് ബി ആഡഡ് ടു ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ടു അറൈവ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്? അത് ഞാൻ വളരെ ഈസി ആയിട്ട്, നമുക്കിപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന ഏരിയ തന്നെയാണ് ഇതൊക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെറുതെ തള്ളാണ് ക്യാഷ് ബുക്ക്, അതേപോലെ പാസ്ബുക്ക്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾ പഠിപ്പിച്ചില്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 1,00,000 അങ്ങനെ വെറുതെ പാസ്ബുക്കിലും തള്ളി എത്ര തന്നെ ആക്കി? 1,00,000 തന്നെ ആക്കി. ഓക്കെ, 15,000 രൂപയിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് 15,000 ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് 15,000 രൂപ കുറഞ്ഞെന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ മൈനസ് ചെയ്ത് ഇവിടെ എത്ര ആയി? 85,000 ആയി. 1,00,000 രൂപയാണ് ബാങ്കിലുള്ളത്, ഓക്കെ, പാസ്ബുക്കിലുള്ളത്. അപ്പൊ അവിടുന്ന് 10,000 രൂപയാണ് സബ്മിറ്റ് ചെയ്ത്, അപ്പൊ അവിടുന്ന് എത്ര പോയിട്ടുള്ളൂ? 10,000 ആണ് പോയത്. അപ്പൊ എത്ര എമൗണ്ട് ആയുള്ളൂ? ഇവിടെ പറയും മക്കളെ, ഒരു 90,000 ആണ് ആയിട്ടുള്ളത്. ഇനി ചെക്ക് ചെയ്യുക എവിടുന്ന് തുടങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്. ഹൗ മച്ച് വുഡ് ബി ആഡഡ് ടു ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്കിനോട് കൂടി എത്ര ആഡ് ചെയ്യുന്നുണ്ട് ടു അറൈവ് ബാലൻസ്? അപ്പൊ ഇതിക്ക് എത്താൻ എത്ര ആഡ് ചെയ്യേണ്ടത്? സിമ്പിൾ ആസ് ദാറ്റ്. എത്ര ആഡ് ചെയ്താൽ മതി? 5,000. ഈ കുട്ടി ഇവിടെ ഇങ്ങനെ ടിക്ക് ഇട്ടിട്ടുണ്ട്, ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ആൻഡ് യു ആർ എക്സാക്ട്ലി ഗെറ്റിംഗ് അഗെയിൻ പറയും മക്കളെ 2 മാർക്സ്. 6 ക്വസ്റ്റ്യൻ ആയി. എത്ര മാർക്കായി? 10-12 മാർക്കായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സെക്കൻഡ് ഹാൻഡ് കാർ പർച്ചേസ്ഡ് ഫോർ rupees 2 lakh excluding initial repairing cost of 50,000 is sold for rupees 1 lakh after 2 years. If depreciation is charged at a 20% WDV, profit or loss on sale of car. So ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 വർഷം മുമ്പ് ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പർച്ചേസ് കോസ്റ്റ് വന്നിട്ട് 2 lakhs ആണ് വന്നത്. പിന്നെ അതിൽ എക്സ്ക്ലൂഡിംഗ് ആണ് ഇനീഷ്യൽ റിപ്പയറിംഗ് കോസ്റ്റ്. നമ്മൾ ഈ റിപ്പയർ കോസ്റ്റ് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ. കാരണം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി നമുക്ക് അതേ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ ചെലവാക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്, റിപ്പയർസ് ഒക്കെ ചെയ്യുന്നുണ്ട്. 50,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. ആ ഒരു കാറ് പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം തന്നെ 1,00,000 രൂപയ്ക്ക് വിറ്റ്. 2 വർഷവും നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്ത് 20% WDV മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ് ഈ സെയിൽ ഓഫ് കാറുമായി ബന്ധപ്പെടുന്നതാണ് ചോദിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് WDV ആണ്. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്നത്തെ അസറ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ WDV ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഈ അസറ്റിന്റെ സെയിൽ ചെയ്ത വാല്യൂ. സോ സെയിൽ വാല്യൂ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1 lakh. സോ ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് എന്ത് പറയും മക്കളെ? WDV ഓഫ് സോൾഡ് അസറ്റ്. ഓക്കെ, സോ ഇത് കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ കാൽക്കുലേഷൻ വിൽ ബി ലൈക്ക് ദിസ്. 2,00,000 രൂപയാണ് അസറ്റിന്റെ കോസ്റ്റ് വരുന്നത്. നമ്മൾ വാങ്ങിയ വില, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വില. പിന്നെ അതിൽ ഇനീഷ്യൽ റിപ്പയർ കോസ്റ്റ് വരുന്നില്ല. അപ്പൊ PPയിൽ നമ്മൾ റിപ്പയർ കോസ്റ്റ് പഠിക്കുന്നുണ്ട്. റിപ്പയർ കോസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നോർമലി റിപ്പയർ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് P&L അക്കൗണ്ടിലാണ് കാണിക്കുക. നമ്മൾ അസറ്റിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു 2 lakhs വന്ന് അതിനോട് കൂടി ഒരു റിപ്പയർ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അസറ്റ് പുട്ട് യൂസിലേക്ക്, റെഡി ടു യൂസിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു എക്സ്പെൻഡിച്ചർ ചെലവാക്കുന്നത്. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർ വരുന്ന റിപ്പയർ കോസ്റ്റ് ഇല്ല, ഇനീഷ്യൽ റിപ്പയർ കോസ്റ്റ് ഇല്ലേ, അത് അസറ്റിന്റെ കോസ്റ്റിന്റെ മേലെ ആഡ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ 2,00,000 മേലെ ഈ 50,000 ആഡ് ചെയ്ത് 2,50,000 ആവുന്നു. -20% ഇയർ 1, -20% ഇയർ 2. ദ വാല്യൂ ഓഫ് അസറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1,60,000. സോ 1,60,60,000 രൂപ വാല്യൂ ഉള്ള അസറ്റ് നമ്മൾ 1,00,000 രൂപക്ക് സെൽ ചെയ്തു. സോ നമുക്ക് ലോസ് ആണ്. ദ ലോസ് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര? 60,000. സോ ഇവിടെ ഒരു മോൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ അതന്നെ നമ്മുടെ എന്ത് വന്നിട്ട് ആൻസർ വന്നിട്ട് അഗെയിൻ യു ആർ ഗെറ്റിംഗ് സിംപിളി എത്ര പറയും മക്കളെ? 2 marks. Clear? And X draw a bill of അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. X draw a bill of bill of exchange on Y for rupees 20,000. അപ്പോൾ 20,000 രൂപ ഒരു ബില്ല് ഡ്രോ ചെയ്തിട്ടുണ്ട്. 3 മാസത്തിനാണ്. On the due date, Y could not make payment and requested to renew a fresh bill for another 3 months at 12% interest. എമൗണ്ട് ഓഫ് ഫ്രഷ് ബിൽ വിൽ ബി എന്നാണ് ചോദിക്കുന്നത്. ഒരു ബില്ല് ഉണ്ടായിരുന്നു, 3 മാസത്തെ ബില്ല്. ആ ബില്ല് ഡ്യൂ ഡേറ്റ് ആയപ്പോൾ എന്തായി? ഡിസോണർ ആയി പോയി. വൈക്ക് കറക്റ്റായിട്ട് കാശ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വൈ റിക്വസ്റ്റ് ചെയ്യാൻ എക്സിന്റെ അടുത്ത് ഒരു പുതിയ ബില്ല് ചെയ്ത് തരണം, അതിന്റെ 3 മാസം എന്തും തരാം, ഇൻട്രസ്റ്റും തരാം. സോ പുതിയ ബിൽ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. എന്തായാലും വിച്ച് ഈസ് 20,000 പ്ലസ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. സോ 20,000 12%. ഓക്കെ, അപ്പൊ 2,400 വരും. അവിടെ ആൻസർ ഉണ്ട് 20 പ്ലസ് 2,400 22,400 അങ്ങനെ വരാം. അങ്ങനെയല്ല, ഇൻഡു എന്തുണ്ട്? 3 മാസത്തിനല്ലേ 3/12. കാരണം ഈ 12% ഫോർ ആൻ ഇയർ ആണ്, 3 മാസത്തേക്കാണ് നീട്ടി കൊടുത്തത്. അപ്പോൾ 600 രൂപയാണ് എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് വരിക. അപ്പൊ 20 + 600 20,600 എന്നാണ് എന്ത് ചെയ്യുക? ആൻസർ വരിക. ഈ കുട്ടി ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അത് തന്നെയാണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അഗെയിൻ യു ആർ ഗെറ്റിംഗ് എത്ര പറയും മക്കളെ? 2 marks.
നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദി ഓഡ് വൺ. ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയാ കൺഫ്യൂഷൻ മേക്ക് ചെയ്യുന്ന എന്താ പറയാ ഒരു ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്കൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ചൂസ് ഓഡ് വൺ ആണ്. ഓക്കെ, ഒറ്റപ്പെട്ടത് എടുക്കാണ്. പ്രീമിയം മെത്തേഡ്, റിവാലുവേഷൻ മെത്തേഡ്, വിത്തൗട്ട് റേസിംഗ് ഗുഡ് വിൽ അക്കൗണ്ട്, റിവാലുവേഷൻ ഓഫ് അൺറെക്കോർഡ് റെസെറ്റ്. അപ്പോൾ ഇതിലെ ആൻസർ വന്നിട്ട് ഈ കൂടി ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റിവാലുവേഷൻ മെത്തേഡ് എന്നാണ്. ആക്ച്വലി ഇത് തന്നെയാണ് ആൻസർ. റിവാലുവേഷൻ മെത്തേഡ് ആൻസർ. റീസൺ പറയാം. പ്രീമിയം മെത്തേഡ്, വിത്തൗട്ട് റേസിംഗ് ഗുഡ് വിൽ അക്കൗണ്ട്, റിവാലുവേഷൻ ഓഫ് അൺറെക്കോർഡ് റെസെറ്റ്, ഇതൊക്കെ ഒരു ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ് ആണ്. ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടതല്ല. സോ ദാറ്റ് അതായിരിക്കാം എന്ത് പറയും മക്കളെ ആൻസർ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അഗെയിൻ ഒരു 2 മാർക്ക് കിട്ടുന്നുണ്ട് ഈസി ആയിട്ട്. ഇനി ഇവിടെ ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്ന് ഈ 2 മാർക്ക് ലൂസ് ആവാൻ ചാൻസസ് ഉണ്ട്. ചില ആൾക്കാർക്ക് പ്രീമിയം മെത്തേഡ് ചൂസ് ചെയ്യുന്ന ആവശ്യം, കാരണം പ്രീമിയം മെത്തേഡും വിത്തൗട്ട് റേസിംഗ് ഗുഡിലേക്ക് ഒരു ഒന്നായിട്ടാണ് വരിക. റിവാലുവേഷൻ ഓഫ് അങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട് വന്നാൽ വന്നു, ഇല്ലെങ്കിൽ റിവാലുവേഷൻ മെത്തേഡ് തന്നെ പോകും. എന്തായാലും റിവാലുവേഷൻ മെത്തേഡാണ് ആൻസർ. അഗെയിൻ യു ആർ ഗെറ്റിംഗ് 2 മാർക്സ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് 4 ഓപ്ഷൻ ഉണ്ട്. റിക്കവറബിൾ കോൺട്രാക്ട്, റിവോക്കബിൾ കോൺട്രാക്ട്, നോൺ റിവോക്കബിൾ കോൺട്രാക്ട്, ഓപ്പറേറ്റിംഗ് കോൺട്രാക്ട് ആൻഡ് നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ഇതിന്റെ 4 ഓപ്ഷൻസ്. നമുക്ക് നോക്കി നോക്കി ഏതാണ് ആൻസർ എന്നുള്ളത്. സോ നമുക്ക് ഇതിന്റെ ആൻസർ വന്നിട്ട് ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇതന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. റിവോക്കബിൾ കോൺട്രാക്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു കോൺട്രാക്ടിന്റെ പ്രത്യേകത, നമ്മൾ ഈ എൻഡ് ഓഫ് ലീസ് ടേം, ഓക്കെ AS19 ആണ് എൻഡ് ഓഫ് ലീസ് ടേം. ലീസ് ടേമിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റ്സിന്റെ ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നമ്മൾ അസറ്റ്സ് എന്ത് ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എടുക്കും. ഇറ്റ്സ് റിവോക്കബിൾ കോൺട്രാക്ട്. സോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് 2 മാർക്സ്. സോ ഏകദേശം 10 ക്വസ്റ്റ്യൻ ആയി. ഇപ്പൊ ഇത് 10 × 2 ഏകദേശം 20 മാർക്കായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ഇതിൽ ഏതാണ് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് കുറേയൊക്കെ. സാൽവേജ് ഓഫ് സ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് സേവ്ഡ് ഡ്യൂറിങ് ആക്സിഡന്റ്. അപ്പൊ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പിന്നെ അൺയൂഷ്വൽ ഐറ്റംസ് ആൻഡ് ഡിഫക്റ്റീവ് ഐറ്റംസ് ആർ സെപ്പറേറ്റ് അണ്ടർ ഇൻഷുറൻസ് ക്ലെയിം. ശരിയാണ്, അൺയൂഷ്വൽ ഐറ്റംസും ഡിഫക്റ്റീവ് ഐറ്റംസ് ഒക്കെ ഇൻഷുറൻസിന്റെ അണ്ടറിൽ രണ്ടായിരിക്കും. കാരണം നമ്മൾ തന്നെ ഡിഫക്റ്റീവ് അൺയൂഷ്വൽ ആയിട്ട് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിനൊക്കെ ഇങ്ങനെ നോർമലി അബ്നോർമലി ടോട്ടലൊക്കെ വരച്ച് സെപ്പറേറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചെയ്തെടുക്കാറുണ്ട്. സോ അത് സെപ്പറേറ്റ് തന്നെയാണ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ. ഡിഫക്റ്റീവ് ഐറ്റംസ് മീൻസ് ഗുഡ്സ് വിച്ച് കനോട്ട് ഫെച്ച് ദ യൂഷ്വൽ റേറ്റ് ഓഫ് GP. ഡിഫക്റ്റീവ് ഐറ്റംസ് നമുക്കൊരു നോർമൽ GP തരില്ല. ശരിയാണ്, നമ്മളിപ്പോൾ ഫോൺ സെല് ചെയ്യുന്ന ഐഫോൺസ് സെല് ചെയ്യുന്ന കച്ചവടക്കാരാണെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദി ഐഫോൺ, നമ്മുടെ കയ്യിൽ ഒരു ഐഫോണിന്റെ സ്ക്രീനിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ മെറ്റൽ ബോഡിയിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊരു ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ നോർമലി സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ആ വിലക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോർമൽ GP കിട്ടൂല. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇത് ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ്, ഇത് ശരിയാണ്. ഓക്കെ, ആവറേജ് ക്ലോസ് ഈസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് 100. അപ്പൊ ഇതും ശരിയാണ്. ഇനി ഇതിൽ കുട്ടികളെ ശ്രദ്ധിക്കാത്തൊരു മൈന്യൂട്ട് ആയിട്ടൊരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇതിന്റെ ആൻസർ ആയിട്ട് ഇതിനെ എങ്ങനെ ആവാൻ കാണാം. സാൽവേജ് സ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് സേവ് ഡ്യൂറിങ് ആൻ ആക്സിഡന്റ് എന്നല്ല ഇവർ പറഞ്ഞേ. അത് എങ്ങനെ ആവണം, ഫയർ ആക്സിഡന്റ് ആവണം, അല്ലെങ്കിൽ ഫയർ സംഭവിച്ചിട്ടാവണം. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതാവാനാണ് ഓപ്ഷൻ ആൻസർ ആവാനാണ് സാധ്യത കൂടുതൽ. സാൽവേജ് സ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് സേവ്ഡ് ഡ്യൂറിങ് ഫയർ ആക്സിഡന്റ് എന്നല്ലേ. മറ്റ് സാധാരണ ആക്സിഡന്റിൽ സേവ് ചെയ്യുന്നതിനല്ല സാൽവേജ് സ്റ്റോക്ക് എന്ന് പറയാം. ഫയർ ആക്സിഡന്റിലോ മറ്റിലോ ഡെസ്ട്രോയ് ചെയ്താലോ ഇതായാലോ ആണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. ക്ലിയർ? അപ്പൊ അത് ഏതാണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. സാൽവേജ് സ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് സേവ്ഡ് ഡ്യൂറിങ് ദി ആൻ ആക്സിഡന്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ. A, B and C are 3 partners sharing profits and loss in the ratio 3:2:1. B retired from the firm. What is the gaining ratio of remaining partners? ഗെയിനിങ് റേഷ്യോ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഗെയിനിങ് റേഷ്യോക്ക് ഇക്വേഷൻ ഉണ്ട്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ദാറ്റ് റേഷ്യോ മൈനസ് ദിസ് റേഷ്യോ അല്ലേ. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം ന്യൂ റേഷ്യോ കാണാം. നമ്മുടെ B ആണ് റിട്ടയർ ആയത്. B റിട്ടയർ ആയി. സോ B പോയി.
അപ്പോൾ റേഷ്യോ എത്ര വരിക, ന്യൂ റേഷ്യോ എത്ര വരിക, 3:1 ആണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ 3:1 തന്നെയാണ് എന്ത് വരിക, ഗെയിനിങ് റേഷ്യോ വരിക. നിങ്ങൾ ഇക്വേഷൻ വെച്ച് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 3:1 ആണ് കിട്ടുക. ഇവിടെ ഈ കുട്ടി ഇതിനെ ചെയ്തില്ലേ, ആൻഡ് ദാറ്റ് ഈസ് ദ ആൻസർ. സോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് എന്ത് പറയും മക്കളെ, 2 മാർക്സ്. സോ ഇവിടെ നിങ്ങൾക്ക് മേ ബി പോവാം, ബട്ട് ഹിയർ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് 2 മാർക്സ്. ഇനി ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് എക്സ് ടു ഡിപ്പാർട്ട്മെന്റ് വൈ അറ്റ് പ്രൈസ് സോ ആസ് ടു ഇൻക്ലൂഡ് എ പ്രോഫിറ്റ് ഓഫ് 33% ഓൺ കോസ്റ്റ്. Okay, if the value of closing stock of department is 18,000, then the amount of stock reserve on closing stock will be. അപ്പോൾ എക്സ് ഡിപ്പാർട്ട്മെന്റ് വൈയിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് കോസ്റ്റ് പ്ലസ് 33% ആണ്. 33 1/3% ആണ്. അതായത് ഇറ്റ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ഓഫ് 33% ഓൺ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് പ്ലസ് 33% ആണ് ഉള്ളത്. അപ്പോൾ അവരുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ, വൈ ഡിപ്പാർട്ട്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് എത്ര എമൗണ്ടിൻ്റെ ഗുഡ്സ് ഉണ്ട്, 18,000 ഗുഡ്സ് ഉണ്ട്. ഇതിൽ എത്രയാണ് സ്റ്റോക്ക് റിസർവ് ഉള്ളതെന്നാണ്. നമുക്ക് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ഇതിൽ ഏത് ടെക്നിക്സും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതിൽ ഒരു ടെക്നിക്ക് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് 18,000 ഇൻറ്റു ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 33% ഓൺ കോസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് 33% എന്ന് പറഞ്ഞാൽ 1/3 ഓൺ കോസ്റ്റ് ആണ്. 1/3 ഓൺ കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് 1/4 ഓൺ സെയിൽസ് ആണ്. അപ്പോൾ 25% ആണ് വരിക. സോ 18,000 ഇൻറ്റു 25% ചെയ്താൽ മതി. സോ ഒരു കാര്യം 4,500 ആണ് എന്ത് വരിക, ആൻസർ വരിക. നമുക്കിത് വേറെ രൂപത്തിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് 18,000 ഇൻറ്റു 33.33 ഡിവൈഡ് ബൈ 133.33 അടിച്ചാലും കിട്ടും. ഏകദേശം 4,499 കിട്ടുന്നുണ്ട്. ഏകദേശം 4,500 തന്നെ. സോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് 2 മാർക്സ്. ഇത് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ്, കൺസൈൻമെന്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മറ്റ് പല ഏരിയ, ഈവൻ ബ്രാഞ്ച് അക്കൗണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. എവ്രിബഡി വിൽ ഗെറ്റ് എത്ര, 2 മാർക്സ്. ഓഫ് കോഴ്സ് 2 മാർക്ക് എന്തായാലും പോക്കറ്റിലാക്കാൻ പറ്റിയ ക്വസ്റ്റൻ തന്നെയാണ്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് P&L അക്കൗണ്ട് എന്നുള്ളത് ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. സോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് എത്ര, 2 മാർക്സ്. ഇനി കണ്ടിജൻ ലയബിലിറ്റി വുഡ് അപ്പിയർ. കണ്ടിജൻ ലയബിലിറ്റി എവിടെയാണ് വരികയെന്ന്. അപ്പോൾ അത് ലയബിലിറ്റി സൈഡിൽ വരും, അസറ്റ് സൈഡിൽ വരും. നോട്ട് ടു ദ ബാലൻസ് ഷീറ്റ്, നൺ ഓഫ് ദി എബോ എന്നാണ്. ക്ലിക്ക് ചെയ്ത് തന്നെയാണ് ആൻസർ എന്ത് പറയും, ബാലൻസ് ഷീറ്റിന് താഴെ ഒരു ഫുട് നോട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, വരിക. സോ ഇതാണ് നമ്മളുടെ 15 MCQs. 15 MCQസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 15 MCQസിൽ വരുമ്പോൾ ഇവിടെ ഒരു MCQസിൽ ചിലപ്പോൾ ഒരു ഡൗട്ട് അടിക്കാം, ചെയ്തതിൽ തൃപ്തിപ്പെടാതിരിക്കാം. അത് ഇത് തൃപ്തിയുടെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മാക്സിമം ഒരുവിധ ആളുകളൊക്കെ റീവാലുവേഷൻ മെത്തേഡ് ഉണ്ടാവും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ബട്ട് തൃപ്തിയുടെ കുറവുണ്ടാവാം. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയും ചില കുട്ടികൾക്ക് മാത്രം ഒരു തൃപ്തി കുറവുണ്ടാവാം. ഈ റിവോക്കബിൾ കോൺട്രാക്റ്റ്, നോൺ റിവോക്കബിളിലൊക്കെ ചെറിയൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, മെജോറിറ്റി ആൾക്കാർ റിവോക്കബിൾ കോൺട്രാക്റ്റ് ആവും തട്ടിയിട്ടുണ്ടാവുക. പോയാലും പോട്ടെ. അപ്പോൾ 2 മാർക്ക് 4 മാർക്കേ പോകുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വരാം, ഒരു ഡൗട്ട് വെക്കാം, മാത്രമേ ഉള്ളൂ, ഡൗട്ട് വെക്കാം. ഓക്കെ, അതിലുപരി നമ്മൾ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിന് ഒരു നോർമൽ സ്റ്റുഡൻറ്റ് കേട്ടോ, നോർമൽ സ്റ്റുഡൻറ്റിന് ഇതിൽ നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡൗട്ടിൽ വെച്ച്, ഇതൊരു ക്വസ്റ്റിന്, 2 ക്വസ്റ്റിന്, 3 ക്വസ്റ്റ്യൻ ഡൗട്ടിൽ വെക്കാം. അപ്പോൾ 12 ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യും, ശരിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ 12 × 2 24 മാർക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എന്തായാലും കിട്ടും. ഇതിൽ 3 ക്വസ്റ്റ്യൻ ഡൗട്ടിൽ വെച്ചിട്ടുണ്ട്. 3 × 2 6 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി തട്ടിയാലും നമുക്ക് 24 മാർക്ക് ഞാൻ സാധാരണ പഠിച്ച പോയി കുട്ടി കോൺഫിഡൻ്റ്ലി കിട്ടും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഡിസ്കഷൻ കൺസീവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ആൻസർ വന്നത് എന്നുണ്ടെങ്കിൽ ആ മാർക്കും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗെയിൻ ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മാർക്ക് എത്രയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, നമുക്കിനി എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സെക്ഷൻ ബിയിൽ 7 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 7 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനും ഓക്കെ 14 മാർക്കാണ് കിട്ടുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഈ 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ എയും ബിയും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട്, എയും ബിയും ഉണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് അതുപോലെ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ടോട്ടലി സ്കിപ്പ് ചെയ്യണം. അല്ലാതെ ഇതിൽ എ സ്കിപ്പ് ചെയ്യുക, അതിൽ ബി സ്കിപ്പ് ചെയ്യുക, അങ്ങനെ എത്ര മാർക്കിന് 20 മാർക്കിന് സ്കിപ്പ് ചെയ്യുക, അങ്ങനെ ഒന്നും പറ്റൂല. ഓക്കെ, എല്ലാവരും അത് അങ്ങനെ തന്നെ ആവും ചെയ്തിട്ടുണ്ടാവുക, കറക്റ്റ് ആയിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവുക വിചാരിക്കും. ഓക്കെ, ഇനി 14 മാർക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് എയും ബിയും ഉണ്ട്. എക്ക് 7 മാർക്കും ബിക്ക് 7 മാർക്കാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, റിവ്യൂ പറയാം. 31 March 2023 ട്രയൽ ബാലൻസ് ഓഫ് സിംഗാനിയ ബ്രദേഴ്സ് ബാലൻസ് ഓഫ് മെഷീനറി അക്കൗണ്ട് അപ്പിയർ അറ്റ് 19,80,000 ആണ്. അവർ ഡിപ്രീഷൻ റേറ്റ് ഫോളോ ചെയ്യുന്നത് 15% WDVയിലാണ്. സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു മെഷീനറി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓൺ 1/4/22 ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 ലക്ഷം ഉണ്ടായിരുന്നു.
അത് 30th നവംബറിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി. എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ മെഷീൻ വാങ്ങി, 3.5 ലക്ഷം രൂപയുടെ പുതിയ മെഷീൻ വാങ്ങി. അപ്പോൾ 4 ലക്ഷം രൂപയുടെ മെഷീൻ കൊടുത്തിട്ട് 3 ലക്ഷം രൂപയുടെ പുതിയ മെഷീൻ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ചോദിക്കുന്നത് ടോട്ടൽ ഡിപ്രീസിയേഷൻ ടു ബി ചാർജ് ഇൻ ദി P&L അക്കൗണ്ട് എന്നാണ്. ഒരു കാരണവശാലും 19,80,000 ഇൻറ്റു 15% അങ്ങനെ ചെയ്ത് കാണാൻ പറ്റൂല. നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ കാണണം. ഈ അസറ്റ്സിന്റെ വാല്യൂനോട് കൂടി 4 ലക്ഷം രൂപയുടെ അസറ്റ് നമ്മൾ എന്തുണ്ട് നവംബറിൽ സെല് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് മൈനസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നവംബറിൽ ഒരു അസറ്റ് ആഡ് ചെയ്ത് 3.5 ലക്ഷം, അപ്പൊ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള വാല്യൂ ആണ് 19,80,000. അപ്പൊ അതിന്റെ മേലെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിപ്രീസിയേഷൻ 15% അപ്ലൈ ചെയ്യുക. അങ്ങനെ നേരിട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റാവും. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെയ്യണം. ഒരു കാര്യം ക്ലിയർ ആണ്, 4 ലക്ഷം രൂപയുടെ അസറ്റ് ഫസ്റ്റ് ഏപ്രിൽ ഉണ്ടായിരുന്നത് 30th നവംബറിന് ഡിസ്പോസ് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിന്റെ മാത്രം ഡിപ്രീസിയേഷൻ കാണുകയാണെങ്കിൽ 4 ലക്ഷം ഇൻറ്റു 15% ഇൻറ്റു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇത്രയും മാസത്തെ ഡിപ്രീഷൻ വേറെ കാണണം. ഒന്നത്. 2, 3 ലക്ഷം രൂപ അസറ്റ് നമ്മൾ അന്ന് എന്തൊരു ലൈക്ക് എക്സ്ചേഞ്ച് ഇത് വാങ്ങി, അത് 31 മാർച്ച് വരെ. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏകദേശം 6 മാസം ഡിപ്രീഷൻ അതിന് വേറെ കാണണം. പിന്നെ അതിൽ നിന്ന് മറ്റേത് കുറച്ചിട്ടുള്ള മൊത്തത്തിന്റെ മേലെ ഒരു ഡിപ്രീഷനും കാണണം. ബാക്കിയുള്ള അസറ്റിന് ഒരു 15% ഡിപ്രീഷൻ ഹോൾ ഇയറും എന്ത് ചെയ്യണം നമ്മൾ കാണണം. അതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞത്. 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിനൊരു മാർക്ക്, ഒരു പ്രൊപ്പോർഷനൽ മാർക്ക് ഉണ്ടാവും. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് മെഷീൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയമാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് മെഷീൻ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അസറ്റ് വിറ്റപ്പോൾ എന്താ കിട്ടിയെന്നുള്ളതാണ്. അസറ്റ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3,50,000 ആണ്. അപ്പൊ ഇതാണ് സെയിൽ വാല്യൂ, അല്ലെങ്കിൽ എന്ത് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ. അപ്പൊ ഇതാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ വാല്യൂ. ഇനി അങ്ങോട്ട് കൊടുത്ത അസറ്റിന്റെ 1/4/2022 വാല്യൂ എത്രയാണ്, 4.5 ലക്ഷമാണ്. അത് 30th നവംബറിന്റെ വാല്യൂ കാണണം. അപ്പൊ 4.5 ലക്ഷത്തിൽ നിന്ന് 30th നവംബർ വരെയുള്ള ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഓക്കെ, ഇത്രയും മാസത്തെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതാണ് അതിന്റെ എന്ത് വരിക, WDV വരിക. ആ WDVയിൽ നിന്നും ഈ അസറ്റ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് ഒന്നുകിൽ എന്താവാം, പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. ഓക്കെ അല്ലേ. അത് 3,50,000 മേലെ ആണെങ്കിൽ നമുക്ക് നഷ്ടമാണ്, 3 ലക്ഷത്തിന്റെ താഴെ ആണെങ്കിൽ നമുക്ക് എന്താണ് പറയും മക്കളെ, ലാഭമാണ്. ക്ലിയർ ആണല്ലോ, ഫൈൻ. ഇനി അപ്പൊ അത് കിട്ടി. ബുക്ക് വാല്യൂ ഓഫ് മെഷീനറി ഇൻ ബാലൻസ് ഷീറ്റ് ഓൺ 31 മാർച്ച് 2023 ആണ്. ഇത് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവസാനം ആ മൊത്തം ഡിപ്രീസിയേഷനും ഈ ഡിപ്രീഷനും ആ ഡിപ്രീഷനും ഒക്കെ കൂടി ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബുക്ക് വാല്യൂ അല്ലെങ്കിൽ WDV ആസ് ഓൺ 31 മാർച്ച് 2023 കിട്ടും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒതുങ്ങുന്നത് തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ട്രയൽ ബാലൻസ് ഓഫ് രാജേഷ് ബ്രദേഴ്സ് 23 ഡിഡ് നോട്ട് എഗ്രി ഇൻ ഓർഡർ ടു ക്ലോസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്ലേസ് ഡിഫറൻസ്. ഒരു 26,700 രൂപ എന്തോന്നുണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് സസ്പെൻസ് അക്കൗണ്ടിൽ പുട്ട് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് ആ ഒരു പീരീഡിൽ വന്ന അഡ്ജസ്റ്റ്മെന്റ്സ് 1/1 ആയിട്ട് പറയുന്നത്. ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് പോലും നിങ്ങൾ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതോ പുതുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇറ്റ്സ് വെരി ഈസി അഡ്ജസ്റ്റ്മെന്റ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് അവിടെ പ്ലേസ് ചെയ്യാം. അടുത്ത സസ്പെൻസ് അക്കൗണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 26,700 സസ്പെൻസ് അക്കൗണ്ട് നള്ളിഫൈ ചെയ്തിട്ട് 0 ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ശരിയായിരിക്കും. ഈ 4 അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം 26,700 0 ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരിക്കും. ആസ് വെൽ ആസ് ദേ ആർ ആസ്കിംഗ് ടു പ്രിപ്പയർ എ സസ്പെൻസ് അക്കൗണ്ട്. നിങ്ങൾ ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് അക്കൗണ്ട് മേക്കിംഗ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഫിനിഷ് ചെയ്യും. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് കുഴപ്പമില്ലാതെ പഠിച്ച ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നെയാണ്. ആൻഡ് യു ഓൾസോ ഗെറ്റിംഗ് 7 മാർക്ക്. അപ്പോൾ ഈ 2 ക്വസ്റ്റൻസിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ഇല്ലുസ്ട്രേഷന്റെ പ്രത്യേകത, നമ്മളുടെ പ്രിന്റ് ഔട്ടിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണ്. ഈ സെയിം മെഷീൻസിന്റെ ഇല്ലുസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നൽകുന്ന കൺസൈൻമെന്റ് നമ്മൾ നൽകുന്ന ഒരു എന്താ പറയുക പ്രിന്റ് ഔട്ടിൽ നൽകുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, നമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ചേഞ്ച് ഉണ്ട്, അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. കുഷ് ഓഫ് കാൺപൂർ സെൻഡ് ജതിൻ ഓഫ് ജയ്പൂർ കൺസൈൻമെന്റ് ഓഫ് 400 ഇലക്ട്രിക് സ്വിം മെഷീൻ. നമ്മൾ 200 ഇലക്ട്രിക് മെഷീൻ്റെ ക്വസ്റ്റൻ ആണ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റിംഗ് 2,400 ആണ് നമ്മൾ ചെയ്തത്, ഇപ്പോൾ 24,000 ആണ്. ഇൻവോയ്സ് പ്രൈസ് 3,000 നമ്മൾ ചെയ്തത് 30,000 ആണ്. പിന്നെ ഇൻഷുറൻസ് പേ ചെയ്തു, ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഈസി, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവർ സെയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കമ്മീഷന്റെ കഥ പറയുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ചൊരു എന്താ പറയുക ചേഞ്ച് ഉണ്ട്. Jatin was entitled a commission of 5% on total sale value. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 5% ആണ് എന്ത് കമ്മീഷൻ പ്ലസ്. അപ്പോൾ അതൊരു കമ്മീഷൻ, നോർമൽ കമ്മീഷൻ ഉണ്ട്.
plus 1/4 of the amount by which gross sale proceeds less total commission thereon exceeds the invoice price. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഓവർ റൈഡിങ് കമ്മീഷൻ ഉണ്ട്. അപ്പൊ ഈ ഓവർ റൈഡിങ് കമ്മീഷന്റെ ഈ ഒരു പെർട്ടിക്കുലർ കൺസേൺഡ് വേർഡിങ്സ് വെച്ചിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ, ഇതിന് വേറൊരു വേർഡിങ്സ് ഇല്ലുസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഇല്ലുസ്ട്രേഷന് ഈ ഒരു ഓവർ റൈഡിങ് കമ്മീഷന്റെ ഫിഗറിൽ അല്ലെങ്കിൽ ഓവർ റൈഡിങ് കമ്മീഷന്റെ ആ ഒരു കാൽക്കുലേഷൻ അല്ലാതെ ബാക്കി ഇല്ലുസ്ട്രേഷൻ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്ത സെയിം ക്വസ്റ്റൻ തന്നെയാണ്. ഓൾമോസ്റ്റ് സ്റ്റഡി മെറ്റ് ഇല്ലുസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ ദി പീപ്പിൾസ് ചെയ്തിട്ടുണ്ടാവും. സോ ഐ ഹോപ്പ് ലൈക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ചെയ്തതിൽ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതാ ഈ ഒരു പോർഷൻ മാത്രമാണ് എന്ത് ചെയ്യുക മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുക. എനിവേ സ്റ്റെപ്സിന്റെ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. നമ്മളൊരു 3 മാർക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സിന് വേണ്ടി തട്ടിക്കളഞ്ഞാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. വറി വേണ്ട. അങ്ങനെ ഒറ്റ എന്താ പറയുക കമ്മീഷൻ തെറ്റിന്റെ പേരിൽ 3 മാർക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കൊക്കെ എന്തായാലും പോകും. നമ്മളൊരു മാക്സിമം ചവിട്ടിയിട്ടാണ് 3 മാർക്ക് പോകണമെങ്കിൽ പോട്ടെ എന്ന രൂപത്തിൽ ഒരു 4 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബി ഉണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളുടെ പ്രിന്റ് ഔട്ടിലെ ഹയർ പർച്ചേസിന്റെ പ്രിന്റ് ഔട്ടിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ആണിത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്യുക ഹയർ പർച്ചേസ് പഠിപ്പിച്ചെടുക്കാറ്. എന്താ പറയുക കണ്ണടച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ 4,90,000 അല്ലെ, 1,70,000, 1,50,000, 1,08,460. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. കോളം ഹെഡിങ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതേ കോളം ഹെഡിങ്സ് ആണ് ലീസ്റ്റിലും പഠിപ്പിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ. ഒന്ന് എക്സ്പ്ലെയിൻ ആവശ്യമില്ല. മാത്രമല്ല ഈ ക്വസ്റ്റ്യനിൽ ആകെ ചോദിക്കുന്നത് ആ ഒരു കോളം ടേബിൾ വരയ്ക്കാൻ മാത്രമാണ്. ജസ്റ്റ് ടേബിൾ വരയ്ക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് എത്ര 7 മാർക്ക്. ഐ ഹോപ്പ് എല്ലാവരും ഈ 7 മാർക്ക് സ്കോർ ഉണ്ടാവും, ഒരു തരി പോലും മിസ്സാക്കാതെ. പിന്നെ അടുത്ത ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാണ്. ഈ ഒരു ഇല്ലുസ്ട്രേഷന് സോഹൻ ഈസ് എ സ്മോൾ ട്രേഡർ. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്നത് 7 14 മാർക്കാണ്. ഇതിൽ ഈ 7 എന്തായാലും കിട്ടും. ഞാൻ അവിടെ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടുന്നത് കിട്ടട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ഇത് നേരെ അടുത്തേക്ക് വരാം. സോഹൻ ഈസ് എ സ്മോൾ ട്രേഡർ, ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഹിസ് ബുക്സ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ദ ഡീറ്റെയിൽസ് ഓഫ് തന്നിട്ടുണ്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ. ഇവിടെ ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഉണ്ട് ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റ്, ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ചങ്ങായി 3 ലക്ഷം രൂപ എന്തുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ക്യാപിറ്റൽ 60,000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 5% പ്രൊവിഷൻ ഡെപ്റ്റേഴ്സിന് മേലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്രീസിയേഷൻ 15%, ഫർണിച്ചർ 10%, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, കമ്മീഷൻ റേറ്റ്, ബ്ലാ ബ്ലാ ബ്ലാ. സച്ച് എ സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സിൽ 4-5 ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഇതേ മോഡൽ ഇല്ലുസ്ട്രേഷൻ ഓൾസോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം എക്സ്ട്രാ കയറി വരാം. നമ്മൾ ക്ലാസ്സിലെടുത്ത് അതേപോലെ അല്ലല്ലോ എക്സാം വരിക. സോ അത് നമ്മൾ ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആവണം. അത് നിങ്ങൾ എന്താ പറയുക അത് നിങ്ങൾ ചെയ്യാൻ മാത്രം നിങ്ങൾ എന്താ പറയുക ഡെവലപ്ഡ് ആവണം. കാരണം ഡിറ്റോ തന്നെ എന്ത് ചെയ്യുക എല്ലതും വരും. ഇതൊരു പ്രൊഫഷണൽ എക്സാം ആണ്. ബട്ട് എനിവേ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് വരച്ചിട്ട് നിങ്ങൾ എമൗണ്ട്സ് പുട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യണം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അസറ്റ് 15% ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഇതും 10% ഡിപ്രീഷിയേറ്റ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ നേരെ പ്രിപ്പയർ ചെയ്യും. നേരെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടും. എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പി&എൽ വരയ്ക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഇല്ലുസ്ട്രേഷൻ. ദ മാനേജർ ഈസ് എൻടൈറ്റിൽഡ് ഫോർ എ കമ്മീഷൻ അറ്റ് ദ റേറ്റ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അല്ല നമ്മുടെ ആൻസർ. അസർട്ടൈൻ പ്രോഫിറ്റ് എന്നല്ലേ ചോദിച്ചത്, ഇതല്ല നമ്മുടെ ആൻസർ. ഇതിൽ നിന്നും 10% നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ അതും കൂടി പോകുന്നുണ്ട്. അപ്പൊ ലെസ് കമ്മീഷൻ. അതെങ്ങനെയാണ് കാണുക? ഈ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെന്റേജ് ഡിവൈഡ് ബൈ 100+%. അപ്പൊ 10/110 അതും കൂടി കുറച്ചതാണ് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് വരക്കുമ്പോൾ ഡെപ്റ്റേഴ്സിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ പ്ലാന്റും ഫർണിച്ചറും ഡിപ്രീഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് കാണുന്നു? ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കാണുന്നു. സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. അവിടെ ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതെല്ലാം പരിഗണിക്കുന്നു. അതിനേശം ഒരു പ്രോഫിറ്റ് എടുക്കുന്നു. അതല്ല ആൻസർ. അതിൽ നിന്ന് വീണ്ടും 10/110 മൈനസ് ചെയ്യുന്നു. അതാണ് നെറ്റ് പ്രോഫിറ്റ്. അതാണ് ആൻസർ. ഇറ്റ്സ് വെരി ഈസി. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 14 മാർക്കാണ് കിട്ടുന്നത്. ഇത് നമ്മൾ എന്താ പറയാ ഇത് ലക്കാന്ന് വേണം മാത്രം പറയാൻ. കാരണം ഇൻകംപ്ലീറ്റ് റെക്കോർഡിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടാറില്ല.
8 മാർക്കോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം കിട്ടാറ്. ഇത് 14 മാർക്ക്. നമ്മൾ പല ആളുകളും കൺവേർഷൻ മെത്തേഡ് എന്ന് വിചാരിച്ചത് കൺവേർഷൻ മെത്തേഡ് അല്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് മെത്തേഡ് ആണ്. കൺവേർഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരുപാട് അക്കൗണ്ടിലൊക്കെ വരയ്ക്കുക, അപ്പോൾ 14 മാർക്ക് തരുന്നതിൽ ലോജിക് ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കോളനാർ ഫോമിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പിയാണ്ടിലും വരച്ചാൽ ആർക്കും കിട്ടും അത്രേ 14 മാർക്ക്. ഐ ഹോപ്പ് യു റിയലി ഹാപ്പി. 14 മാർക്ക് എന്തായാലും കിട്ടും. ഇനി ആർക്കെങ്കിലും ഈ ഒരു 10% കമ്മീഷൻ അവിടെ മിസ്റ്റേക്ക് വന്നാൽ തന്നെ യു മേ ലൂസ് 2 മാർക്സ്. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് 12 മാർക്ക്. വേറെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലഡുവ യു വിൽ ഗെറ്റ് മാർക്ക്. ഓക്കെ അല്ലേ, ഫൈൻ. അത് കഴിഞ്ഞു. പിന്നെ നേരെ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മളെ എന്താ പറയുക, ലക്ക് നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ 2 എക്സാംസിലും, കഴിഞ്ഞ 22 സിലബസിന്റെ എക്സാംസിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ക് ചെയ്യുന്നത് അമാൽഗമേഷൻ, കൺവേർഷൻ, സെയിൽ ആ ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റിലൊക്കെ. പക്ഷെ ഇത്തവണ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് റിട്ടയർമെന്റ് ആണ് ചോദിച്ചുള്ളത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നല്ല കാംനെസ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്വസ്റ്റ്യന് റീഡ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കുന്ന ഏതൊരു ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ടെക്നിക്സ് വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട്സ് ഒക്കെ വരച്ച് ബാലൻസ് ഒക്കെ എഴുതിയ ഈസി ആയിട്ട് കാണാം. ഇവിടെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്, റീവാലുവേഷൻ ചോദിക്കുന്നുണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നിങ്ങൾക്ക് ഇതിന് സ്റ്റെപ്സ് ടു സ്റ്റെപ്സ് മാർക്ക് കിട്ടും. 14 മാർക്കാണ്. ഓരോ സ്റ്റെപ്സിനും എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് കിട്ടും പറയും മക്കളെ, മാർക്ക് കിട്ടും. ഇത് ABCD റിക്വയർ. നമ്മൾ പൊതുവേ ഇങ്ങനെ വരച്ച് പോകലാണ്. ഇവർ ABC റിക്വയർമെന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇല്ലുസ്ട്രേഷനും ഈ അഡ്ജസ്റ്റ്മെന്റ്സിലും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടും. ഇവിടെ ഫെയർ റെമ്യൂണറേഷൻ എന്തോ സാധനം ചിലപ്പോൾ നിങ്ങൾ മിസ്സിംഗ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ബട്ട് എനി ആവും നിങ്ങൾക്ക് അത്യാവശ്യം കോപ്പിലായി സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ ആയാലും ഒരു നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ 14 മാർക്കിൽ 14 മാർക്ക് കിട്ടും. 4 മാർക്ക് സംഭവ എക്സാം ഹോളല്ലേ പോട്ടെ, എന്നാലും കിട്ടും എത്ര മാർക്ക് പറയും മക്കളെ, 10 മാർക്ക്. ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പാക്ക ഹാപ്പി ആയ ഇല്ലുസ്ട്രേഷൻ ആണ്. കാരണം നമ്മൾ CA ഇന്റർമീഡിയറ്റിന്റെ ക്വസ്റ്റ്യൻസും CMA ക്വസ്റ്റ്യൻസും കൂടിയാണ് ക്ലാസ് റൂമിൽ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ നമ്മൾ CMA നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് CA ഇന്റർമീഡിയറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നത് ഇതേപോലെ തന്നെ. ഈ പ്രിന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വേർഡിങ്സുകൾ, ഈ സ്റ്റേറ്റ്മെന്റ്സുകൾ, നമ്പേഴ്സ് മാത്രം ഇവരങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താ പറയുക ഐറ്റംസുകൾ നോക്കി ഇതുപോലും റെന്റ്, സാലറി, ഇത് കണ്ട, ഇതൊക്കെ കണ്ട ഒരേ കാസ്റ്റേഴ്സ്, ഡിസൈൻസ്, ഇതെല്ലതും ഒരേപോലെ വന്ന വേർഡിങ്സ് നമ്മളുടെ തന്നെ PDF ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏകദേശം 7 മാർക്ക് കിട്ടും. ഇത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ആണ്. സോ യു ഹാവ് ടു പ്രിപ്പയർ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് ക്യാഷ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, ബ്രാഞ്ച് എക്സ്പെൻസ്, ബ്രാഞ്ച് P&L. ഇതൊക്കെയാണ് വരക്കേണ്ട അക്കൗണ്ടുകൾ. ലെറ്റ് വൈ യു വിൽ ഗെറ്റ് 7 മാർക്ക്. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സോ ഞാൻ അവിടെ 7 തന്നെ ഇടുന്നുണ്ട്. 1 മാർക്ക് പോലും നഷ്ടപ്പെടുന്നില്ല, ഫുൾ കിട്ടി. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്. കാരണം തൊട്ട് മുമ്പ് എക്സാമിന്റെ തൊട്ട് മുമ്പ് 2-3 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, RTP MTP എവിടെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ. പക്ഷെ നമ്മുടെ എൻ്റെ പ്രിന്റ് ഔട്ട്, ഞാൻ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിന്റ് ഔട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ആക്ച്വലി CA ഇന്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ CA ഇന്ററത്തെ ക്വസ്റ്റ്യനെ ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിന്റ് ഔട്ടിൽ നമ്മൾ CMA ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ട്രെൻഡിങ് ടേൺ ഓവർ നമ്മൾ പൊതുവെ CMAs ഉള്ളതാണ്. പക്ഷേ ഇൻക്രീസിങ് GP റേറ്റ് CMAസിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇത് CA ഇന്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രിന്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നത് പ്ലസ് യൂട്യൂബ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഞാൻ അവിടെ 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. എല്ലാ സബ്സ്ക്രൈബേഴ്സും കണ്ടിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് 7 മാർക്ക്, നോ ഡൗട്ട്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യന് ഇത് എന്താ പറയുക, ചീഫ് അക്കൗണ്ടന്റ് ഡ്രാഫ്റ്റ്, ഇത് പല കുട്ടികളും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്നുള്ള ഏരിയത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും ഇത് ക്ലാസ്സിൽ ഡിസ്കഷനിലേക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അല്ല. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, റൈറ്റ് ഇഷ്യൂവിൻ്റെ കാര്യം. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എക്സ്പ്ലെയിൻ ചെയ്യണം, കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അഫ്കോഴ്സ് ഈ ഇല്ലുസ്ട്രേഷന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് എനി ഹൗ അങ്ങനെ വലിയ സംഭവ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. പലപ്പോഴും ക്ലാസ് റൂമിൽ ഡിസ്കസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനും ഈ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ഇല്ലുസ്ട്രേഷൻ ആണ്. അതും പറയുമ്പോൾ പറയണല്ലോ, ഞാനും ക്ലാസ്സിൽ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഈ ഒരു ഇല്ലുസ്ട്രേഷനും. സോ എനി ഹൗ ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് ബാഡ് ലക്ക് അൺലക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അത് പോച്ച്. പിന്നെ ഇവിടെ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് 10 ബ്യൂട്ടിഫുൾ ആയിട്ട് നോട്ട് എഴുതി തന്നിട്ടുണ്ട്. ആസ് പെർ AS10 വിച്ച് ആർ ഇൻക്ലൂഡിങ് ബെയറർ പ്ലാൻ. ബെയറർ പ്ലാൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചക്ക, മാങ്ങ, തേങ്ങ, വാഴ എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 7 മാർക്ക്. അത് എഴുതി തന്നെ എഴുതിപ്പിക്കാറുണ്ട് ക്ലാസ്സിൽ. അതുകൊണ്ട് ലാസ്റ്റ് ബാച്ച് എടുത്തവർക്കൊക്കെ അറിയാം അതൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ സ്കിപ്പിലേക്കാണെങ്കിൽ അത് പോട്ട് പോയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. So one of the simple question. State provisions of accounting standard 12 relating to presentation of government grant in financial. ഒന്നും നോക്കണ്ട, കണ്ണടക്കുക. ഞാൻ വരച്ചിട്ടൊരു പിക്ചർ ഉണ്ട്. ഇങ്ങനെ പിക്ചർ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും ഒരു ഫ്ലോ ചാർട്ട്. ആ ഫ്ലോ ചാർട്ടിനെ പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പറ്റുമോ? യു ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് എത്ര പറയും മക്കളെ? 5 മാർക്ക്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇല്ലുസ്ട്രേഷൻ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? പ്രൊവിഷന്റെ ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റൻ. നമ്മൾ പ്രൊവിഷന്റെ അക്കൗണ്ട് വരക്കണമെന്നില്ല, മീൻസ് ലൈക്ക് അക്കൗണ്ട് വരച്ച് പഠിച്ച ആൾക്കാരുണ്ടാവും, പഠിക്കാത്ത ആൾക്കാരുണ്ടാവും. ബട്ട് എനി ഒരു കാര്യം ക്ലിയർ ആണ്, നമുക്ക് അറിയാം ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ, അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക? 5 മാർക്സ് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പറഞ്ഞ് പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ്റെ കാര്യത്തിലൊന്നും. വാട്ട് യു മീൻ ബൈ പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ? പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ വലിയ ബിഗ് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. അഫ്കോഴ്സ് നമ്മൾ അതിന്റെ കോൺസെപ്റ്റുകളൊക്കെ റിവീൽ ചെയ്തതിന് ശേഷമാണ് 2 മെത്തേഡ്, മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡും ഹയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടാവുക. ബട്ട് ദിസ് ടൈം ഒരു പ്രോബ്ലം അല്ല ചോദിച്ചുള്ളത്, തിയറിയാണ്. അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു 5 ലൈനിൽ നിങ്ങൾക്ക് നെറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 4 മാർക്സ്. സോ റിലേറ്റീവ്ലി പറഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ റിവ്യൂ ടോട്ടലി പറയുമ്പോൾ ഒരു ആവറേജ് എക്സാം, ഒരു സിമ്പിൾ എക്സാം എന്ന് ഞാൻ വേണമെങ്കിൽ പറയുന്നില്ല, ഇനി കുറേ ആൾക്കാർക്ക് സങ്കടമാവും, അതുകൊണ്ട് സിമ്പിൾ എക്സാം എന്ന് പറയുന്നില്ല. ഒരു ആവറേജ് എക്സാം നിങ്ങൾക്ക് അഫ്കോഴ്സ് ഒരു 60+ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് 12 മാർക്ക് എല്ലാവരും കിട്ടി, 12 × 2 24 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇനി 60ലേക്ക് ആകെ വേണ്ടത് 36 മാർക്കാണ്. അത് ഡെഫിനറ്റ്ലി ഞാൻ വേണമെങ്കിൽ 2-3 കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന മാർക്കുകൾ കാണിച്ചു തരാം. ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് ഇതൊരു 7 മാർക്ക് എന്തായാലും കിട്ടി. പിന്നെ ഇതൊരു 14 മാർക്ക്, ഇത് എന്തായാലും കിട്ടി. അപ്പോൾ അതിന് 21 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏത്? പാർട്ണർഷിപ്പ് നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അഫ്കോഴ്സ് ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഏത്? നമ്മളുടെ ഇൻഷുറൻസ് 7 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ക്ലാസ് ചെയ്തത് 7 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ പാർട്ണർഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ഫൈൻ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടണം. ഡെഫിനറ്റ്ലി 36 മാർക്ക് ഒപ്പിക്ക് വിഷയമുള്ള കാര്യമില്ല. എന്തായാലും 60+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് എന്ത് പറയും നമ്മളുടെ FAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളെല്ലാവരും ഹാപ്പിയാണ്, നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്തായാലും ഈ ഒരു അറ്റംപ്റ്റിൽ എന്തായാലും ഹാപ്പിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2 അറ്റംപ്റ്റിൽ നമ്മൾ കുറച്ച് സങ്കടത്തിൽ കഴിഞ്ഞു. കാരണം നമ്മൾ എത്ര പഠിപ്പിച്ച് എങ്ങനെ സെറ്റാക്കി വിട്ട് കഴിഞ്ഞാലും എക്സാമിന് വരുമ്പോൾ മാർക്ക് അങ്ങനെ വരുന്നത് നമ്മൾ കാണാറില്ല. നമ്മൾ എത്ര എഫേർട്ട് പൊട്ടുന്നതിൽ അതിന് വരാറില്ല. പക്ഷെ ദിസ് ടൈം നമ്മൾ നെയിൽ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ബട്ട് ലൈക്ക് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് നന്നായിട്ട് ഹോപ്പ് ചെയ്യാം, എക്സാംസ് റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്ക് വന്നെന്നുള്ളത്. എനിവേ നമുക്ക് നല്ല ശുഭപ്രതീക്ഷയോട് കൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ എല്ലാവർക്കും നന്നായിട്ട് എഫേർട്ട് പുട്ട് ചെയ്ത് എഴുതി എല്ലാവർക്കും ഒരു +60+ അല്ല ഒരു 70-80+ മാർക്ക് എന്ത് ചെയ്യട്ടെ കിട്ടട്ടെ എന്ന് ഞാൻ എന്തെങ്കിലും ആത്മാർത്ഥത ആഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.